എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു ഗുണമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ സെൽഫ് ഡിസിപ്ലിനിലൂടെ നമുക്കൊരു വളർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്ലാരിഫൈ യുവർ വൈ എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ടാണ് ഞാൻ ഈ വളർച്ച, അല്ലെങ്കിൽ ഈ ഒരു വളർച്ചയിലേക്ക് ഞാൻ എന്തിനു പോകണം, അതിൽ നമുക്കൊരു ക്ലാരിറ്റി വേണം. അത് നമ്മൾ ക്ലാരിഫൈ ചെയ്യണം. അതാണ് ആദ്യം ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് ഇതാണ്, അത് ഏതൊക്കെ തരത്തിലുള്ള വളർച്ചയാവാം. നമുക്ക് സ്പിരിച്വലായിട്ടുള്ള വളർച്ചയാവാം, നമുക്ക് അക്കാഡമിക് ആയിട്ടുള്ള വളർച്ചയാവാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള വളർച്ചയാവാം. അങ്ങനെ പല രീതിയിലുള്ള നമുക്ക് വളർച്ചകളുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കാം, അത് ഏത് വളർച്ചയാണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് എത്തിച്ചേരേണ്ടത് എന്നുള്ളത് ചിന്തിക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ്, അതിൽ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു പേഴ്സണലായിട്ടുള്ള വളർച്ചയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് പേഴ്സണലായിട്ട് വളർന്നു കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്തേക്കൊക്കെ നമുക്ക് ഒരു മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പം അത് ഏത് ഫീൽഡിൽ എന്നുള്ളത് നമ്മൾ അതിനൊരു ക്ലാരിറ്റി വേണം. അത് നമ്മൾ എന്തിനാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. എന്തിന് ഞാനൊരു കോഴ്സ് എടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡാണെങ്കിൽ നമ്മൾ എന്തിനാണ് ആ ഒരു വിദ്യാഭ്യാസം നേടേണ്ട ആവശ്യകത എന്നുള്ളത്. അപ്പോൾ സ്പിരിച്വലായിട്ടാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് എന്തിനാണ് നമ്മൾ സ്പിരിച്വൽ ആകേണ്ട ആവശ്യം, എന്തിനാണ് നമ്മൾ അതിലൊക്കെ വിശ്വസിക്കേണ്ട ആവശ്യം എന്നൊക്കെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ. അത് വൈ, ക്ലാരിഫൈ യുവർ വൈ, അത് എന്തിനാണ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ക്ലാരിറ്റി വരുത്തണം എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ എനിക്ക് എഡ്യൂക്കേഷണൽ പരമായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം എന്താണ്? അത് എൻ്റെ +2 പഠന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കെമിസ്ട്രി പഠിപ്പിച്ച നമ്മളൊരു ശ്രീലത ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ പറഞ്ഞൊരു വാക്കാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നമുക്ക് പണവും മറ്റു സമ്പത്തും എന്തുണ്ടായിട്ടും കാര്യമില്ല, വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെയാണ് എന്നുള്ള ഒരു ആശയം ടീച്ചർ പറഞ്ഞു. അത് എൻ്റെ മനസ്സിലേക്ക് കയറി. അപ്പം ഞാൻ ചിന്തിച്ചു, അത് ഒരു കാര്യമാണ് എന്ന് ഞാൻ എടുത്തു. അത് ഇന്ന് ഞാൻ തുടരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഓരോ കാര്യത്തിനും നമുക്ക് എന്തുണ്ടാവണം, അതിലൊരു വൈ, എന്തിനാണ് എന്നുള്ളതിന് ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവണം. എന്തിനാണ് സ്പിരിച്വൽ ആയിട്ടുള്ള വളർച്ച എന്ന് ചോദിച്ചാൽ അതിനും അതിൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ട്. അതുപോലെ നമുക്ക് പേഴ്സണലായിട്ട്, അപ്പോൾ ഓരോന്നിനും നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്തതും ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഉള്ളിൽ ഉണ്ടാവും ഒരു കാരണം. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഉള്ളിൽ അതിനുള്ള ക്ലാരിഫൈ നമ്മൾ വരുത്തണം എന്നുള്ളതാണ്. ഇനി ഈ ഒരു സ്ട്രോങ് പർപ്പസ് ഉണ്ട് എങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇന്ധനമായി മാറുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ആ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള അതൊരു ഇന്ധനമായിട്ട് മാറുകയുള്ളൂ. അപ്പം നമുക്ക് അവിടെ എന്ത് വേണം, ആ ഒരു പർപ്പസ് നിർബന്ധമായിട്ട് നമ്മൾ ക്ലാരിറ്റി വരുത്തിയിരിക്കണം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സെറ്റ് ക്ലിയർ ഗോൾസ് ആണ്. നമുക്ക് എന്തുണ്ടാവണം, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ലക്ഷ്യം വേണം. ആ ഗോൾസ് നമുക്ക് ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റിയെന്ന് വരുന്നുണ്ടാവില്ല. അപ്പം നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു കളിയാക്കലൊക്കെ ആയിരിക്കും അവിടെ നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവണം, ഒരു ക്ലിയർ ഗോൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അതൊരു വലിയ ഗോളായിരിക്കും, കുറച്ച് സമയമെടുത്ത് എടുക്കേണ്ട ഒരു കാര്യമായിരിക്കും, അങ്ങനെയുള്ള ഒരു ലക്ഷ്യമായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കട്ട് ഡൗൺ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റണം. അതിനെ സ്മോളർ പീസുകളായിട്ട് അല്ലെങ്കിൽ സ്മോളറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ഡൗൺ ഇൻറ്റു സ്മോൾ പീസസ്, ആ രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം. എന്നിട്ട് ആ ഒരു ചെറിയൊരു ഭാഗം ഇത് നമ്മൾ ആദ്യം നേടിയെടുക്കുക. അതിനുശേഷം അടുത്ത 6 മാസത്തിനുള്ളിൽ ഇത് നേടിയെടുക്കുക, അതിൻ്റെ അടുത്ത 6 മാസം ഇത് എടുക്കുക. അങ്ങനെ ചെയ്ത് കണക്ട് ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ ആ ഒരു വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, ഒരു ഡയറക്ഷൻ കിട്ടുന്നുള്ളൂ, നമുക്ക് എങ്ങോട്ട് പോകണം എന്നുള്ള ഡയറക്ഷൻ കിട്ടുന്നു. അല്ലാതെ നമ്മളിപ്പം പെട്ടെന്ന് ആലോചിക്കുകയാണ് നമുക്ക് ഇന്ന ഒരു വലിയൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്തണം, അതിന് നമുക്കൊരു വഴി കിട്ടുന്നില്ല, ആരെ കാണണമെന്ന് നമുക്കറിയില്ല, അത് ആരോട് ചോദിക്കണം, എങ്ങനെ അതിലേക്ക് എത്തിപ്പെടും എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നില്ല. നേരെ മറിച്ച് അതിലേക്ക് ഇന്ന ആളുകളൊക്കെയാണ് അവിടെ ഉള്ളത്, അപ്പം നമുക്ക് അത് ചെയ്യാം, അപ്പോൾ അതിലേക്ക് പോകാം. അപ്പോൾ അതിലേക്ക് പോകണമെങ്കിൽ ആദ്യം ഇത് വേണം, അപ്പോൾ ഇത് എടുക്കാം. അങ്ങനെ കണക്ട് ചെയ്ത് അത് ഒരു നമ്മൾ എന്താ പറയുക, ആരോഹണ ക്രമത്തിലാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളത് ചിന്തിക്കുന്നത് അതിൻ്റെ അവരോഹണ ക്രമത്തിലാണ്, അല്ലേ? അത് ഡിസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നിട്ട് നമ്മൾ എവിടെ നിന്ന് തുടങ്ങണമെന്ന് തീരുമാനിക്കുന്നു, അവിടെ നിന്ന് തുടങ്ങുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, സ്മോളർ പീസുകളാക്കി അല്ലെങ്കിൽ സ്മോളർ ആയിട്ടുള്ള ഭാഗങ്ങളാക്കി മാറ്റുക നമ്മുടെ ലക്ഷ്യത്തെ. എന്നിട്ട് അതിലെ ഓരോ ഭാഗം കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ ഏറ്റവും വലിയ ഗോളിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് ഇതിൽ ഡയറക്ഷൻ കിട്ടുന്നത്. ഇങ്ങനെ നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്കതിൻ്റെ ഡയറക്ഷൻ കിട്ടുന്നത്. അല്ലാതെ നമുക്ക് ആ ഡയറക്ഷൻ കിട്ടില്ല. നേരിട്ട് ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ നമുക്ക് സാധിക്കില്ല. അപ്പം ഇപ്പോൾ വലിയൊരു ബിസിനസ്സുകാരനാണെന്ന് ചിന്തിക്കുമ്പോൾ വലിയൊരു ടേൺ ഓവർ അല്ലെങ്കിൽ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ബിസിനസ് ആണെങ്കിൽ നമ്മൾ ഒരു ചെറിയ ബിസിനസ് പോലും തുടങ്ങിയിട്ടില്ല, അപ്പോഴാണ് വലിയ ബിസിനസ് ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം,
ചെറിയ ബിസിനസ്സുകൾ ചെയ്ത് അതിലൂടെ അതിനെ സ്കെയിലപ്പ് ചെയ്ത് അതിനെ വലുതാക്കി അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ആ വലിയ ബിസിനസ് എന്ന് പറയുന്ന ആ സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് ആ ഡയറക്ഷൻ ക്ലിയർ ആവുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് എ റുട്ടീനാണ്. നമുക്ക് എന്ത് വേണം, ഒരു റുട്ടീൻ വേണം. അതായത് നമുക്കൊരു ജീവിതചര്യ വേണം. നമ്മൾ എങ്ങനെ ഏത് സമയത്ത് എഴുന്നേൽക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ഈ സമയത്തുള്ള ഉച്ചയാവുന്നതിന് മുമ്പ് എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, ഉച്ചയ്ക്ക് ശേഷം എന്തൊക്കെ ചെയ്യണം, വൈകുന്നേരം എന്താണ് പ്ലാന്, രാത്രി എന്താണ് പ്ലാന്, എപ്പോൾ കിടന്നുറങ്ങുന്നു, ഇതെല്ലാം നമ്മൾ സ്ട്രക്ചർ ചെയ്യണം എന്നുള്ളത്. നമ്മൾ ദിവസത്തെ സ്ട്രക്ചർ ചെയ്യണം. മറ്റുള്ള നമ്മൾ കുറേ ഫോണൊക്കെ ചെയ്ത് കുറേ സമയങ്ങൾ പോകുന്നുണ്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് അതിനെല്ലാം ടൈം വെക്കണം. അതെല്ലാം എന്താണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു ലൈഫിലേക്ക് നമ്മൾ മാറിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ കൺസിസ്റ്റൻസി ഉണ്ടാവണം. ഇത് സ്ട്രക്ചർ ചെയ്യുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ എന്തായിരിക്കണം, സ്ഥിരമായിട്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ന് ചെയ്തു നാളെ ചെയ്യുന്നില്ല, അപ്പം പഠനമായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ ഇന്ന് ചെയ്യുന്നു നാളെ ചെയ്യുന്നില്ല, അത് മറ്റന്നാൾ ചെയ്യുന്നു, അപ്പോൾ ആ കൺസിസ്റ്റൻസി ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്യണം എന്ത് കാര്യം ആയിക്കോട്ടെ. അപ്പോൾ അത് മെഡിറ്റേഷൻ ആയിക്കോട്ടെ, ഇതുപോലത്തെ കണ്ടന്റ് ക്രിയേഷൻ ആയിക്കൊള്ളട്ടെ, സ്റ്റഡി ടൈം ആയിക്കോട്ടെ, അങ്ങനത്തെ എന്ത് കാര്യമായിക്കൊള്ളട്ടെ, അത് കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റായി ചെയ്യണം. അതിൻ്റെ അളവ് ലേശം കുറഞ്ഞാലും വേണ്ടിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ അരമണിക്കൂർ നമ്മൾ പഠിക്കുന്നുണ്ട്, അപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു 10 മിനിറ്റ് കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ 5 മിനിറ്റ് കിട്ടിയുള്ളൂ, 5 മിനിറ്റ് മതി. ആ ഒരു യാത്രയിലാണ് നമ്മളുള്ളത്. ആ സമയത്തും അന്ന് പഠനം ബ്രേക്ക് ചെയ്യരുത്. അന്നും എന്ത് ചെയ്യണം, ആ യാത്രയിൽ നമുക്ക് കാറിലിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ചുരുങ്ങിയ സമയത്ത് നമ്മളെടുത്ത് ഫോണിലൂടെയോ എങ്ങനെയെങ്കിലും ഒരു PDF എന്തെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു കാര്യമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, വായിച്ചിരിക്കണം എന്നുള്ളതാണ്. ആ രീതിയിൽ എന്ത് കാര്യമായിക്കോട്ടെ കൺസിസ്റ്റൻ്റായിട്ട് സ്ഥിരോത്സാഹത്തോടെ പെർസിവറൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പം മെഡിറ്റേഷൻ ആയിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ, അപ്പം നമ്മളുടെ റൂട്ടീൻ ഉണ്ടാക്കുക, അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ഇനി പറയാനുള്ളത് മാസ്റ്റർ യുവർ മൈൻഡ് എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് പോയിന്റ്. മാസ്റ്റർ യുവർ മൈൻഡ്. നമ്മുടെ മൈൻഡിന് നമ്മളായിരിക്കണം അതിൻ്റെ മാസ്റ്റർ എന്ന് പറയുന്നത്. നമ്മളുടെ മനസ്സിലേക്ക് പല പല ചിന്തകൾ കടന്നു വരുന്നു, അപ്പോൾ ആ ചിന്തകൾ നമ്മളെ ഭരിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. പലപ്പോഴും അതാണ് സംഭവിക്കുന്നത്. നമ്മളെ അനുവാദമില്ലാത്ത മറ്റു ചിന്തകൾ, മറ്റു ആവലാതികളാണ് നമ്മളെ ഭരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് പാടില്ല. നമ്മളാണ് അതിൻ്റെ യജമാനൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളായിരിക്കണം ആ ചിന്തകളൊക്കെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ പറയണം ഇപ്പോൾ നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. അല്ലാതെ മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യില്ല, നമ്മളാണ് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തണം. അപ്പോൾ മാസ്റ്റർ യുവർ മൈൻഡ്, ഒബ്സർവ് യുവർ തോട്ട്സ്. നമ്മളുടെ ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യണം, നിരീക്ഷിക്കണം. അതിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി കാര്യങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മളത് പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഇതിന് അടുത്ത പോയിന്റാണ് പറഞ്ഞത് എംബ്രേസ് ഡിസ്കംഫേർട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കംഫേർട്ടിന് നമ്മൾ എന്ത് ചെയ്യണം, എംബ്രേസ് ചെയ്യണം, പുണരണം അല്ലേ. അതെന്താണ്, ഡിസ്കംഫേർട്ട് ഉണ്ടെങ്കിലേ നമ്മൾ എന്താവുന്നുള്ളൂ, നമ്മൾ വിജയിക്കുകയുള്ളൂ. കാരണം കംഫർട്ട് സോണിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താവില്ല, നമുക്കൊരു വളർച്ച ഉണ്ടാവില്ല. അപ്പം കംഫർട്ട് സോണിന് പുറത്താണ് വളർച്ച എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഈ ഡിസ്കംഫേർട്ട് സോണാണ് വളർച്ച സംഭവിക്കുന്നത്, അവിടെയാണ് വളർച്ച സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ കംഫർട്ടായിട്ട് രാവിലെ എഴുന്നേൽക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു, രാത്രിയാകുന്നു, വീണ്ടും രാവിലെ ആകുന്നു, അങ്ങനെ പോകുന്ന സമയത്ത് അതൊരു കംഫർട്ട് സോണിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സ്ട്രഗിൾ വരുന്ന സമയത്താണ് അല്ലെങ്കിൽ നമുക്കൊരു മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വളരുന്നത്, അല്ലെങ്കിൽ നമ്മൾ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മെനക്കെടുന്നത്, ഹാർഡ് വർക്ക് ചെയ്യുന്നത്, ഡബിൾ എഫേർട്ട് നമ്മൾ ഇടും ആ സമയത്ത് അല്ലേ. അപ്പോൾ അതാണ് ആ ഒരു കംഫർട്ട് സോണിന് പുറത്താണ് നമുക്ക് ആ ഡിസ്കംഫേർട്ട് സോൺ ഉണ്ടല്ലോ, ആ സ്ഥലത്താണ് നമ്മുടെ വളർച്ച കിടക്കുന്നത്. അവിടെയാണ് നമ്മൾ വളർച്ചയ്ക്കായിട്ടുള്ള ഈ പറയുന്ന വളവും എല്ലാം ഇട്ട് നമ്മളതിനെ പോഷിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ഡിസ്കംഫേർട്ട് സോണിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇഷ്ടപ്പെടണം. ആ സമയത്ത് നമ്മൾ അയ്യോ വളരെ കഷ്ടമായി പോയല്ലോ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ നമ്മൾ കടമുള്ള സമയത്ത് നമ്മൾ വിചാരിക്കും കടത്തിലായാലും എന്ന് വിചാരിക്കും. പക്ഷേ അതല്ല, ആ സമയത്ത് നമുക്ക് മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യണം. മറ്റുള്ള രീതിയിൽ കടം വീട്ടുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം എടുത്ത് കടം വീട്ടുക, ചെറിയൊരു ഭാഗം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക, വീണ്ടും ചെറിയ ഒരു ശമ്പളം കിട്ടുന്ന സമയത്ത് വീണ്ടും ഒരു ചെറിയ ഭാഗം കടത്തിലേക്ക് മാറ്റുക, വീണ്ടും ഒരു ചെറിയ ഭാഗം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റുക. അപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതും പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോകണം. അങ്ങനെ എന്ത് ചെയ്യണം, ആ ഒരു ഡിസ്കംഫേർട്ട് സോണിനെ നമ്മൾ എന്ത് ചെയ്യണം, എംബ്രേസ് ചെയ്യണം. അവിടെ നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള
ഒരു നമ്മുടെ പ്രോഫിറ്റിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ആ സമയത്ത് നമ്മൾ നടത്തിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക, കംഫർട്ട് സോണിന് പുറത്താണ് നമ്മുടെ എന്തുള്ളത് ഒരു വിജയം കിടക്കുന്നത്. കംഫർട്ട് സോണിൽ ആരൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടോ അവർക്കൊക്കെ എന്താണ് ആ ഒരു ആവറേജ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അവർക്കൊരിക്കലും ഒരു വലിയൊരു ലക്ഷ്യം എത്തിപ്പിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളുടെ ഏജിനെ കുറിച്ച് മനസ്സിലാക്കണം. നമ്മൾ ഇന്ന ഏജിൽ ഇങ്ങനെ ഉണ്ടാവണം, ഇന്ന ഏജിൽ ഇങ്ങനെ ഉണ്ടാവണം. ആ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിന് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്താലാണ് ആ സമയത്തേക്ക് നമുക്ക് അങ്ങനെ ഉണ്ടാവുക എന്നൊക്കെ ചിന്തിക്കണം. അതിനനുസരിച്ച് വേണം പ്രവർത്തിക്കാനായിട്ട്. പല ആളുകളും അതിന് വേണ്ടിയിട്ടുള്ള പല പല പ്രോഗ്രാംസ്, പ്ലാൻസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ LIC പോലുള്ള പല പല കാര്യങ്ങളുടെയും പ്ലാനുകളുണ്ട്. ഇന്ന ഏജിൽ നമുക്ക് റിട്ടേൺ ഇത്ര കിട്ടുന്ന. അപ്പോൾ ആ രീതിയിലുള്ള പല കമ്പനീസിന് പല പല പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടൈമിൽ, ആ ഒരു വർഷം നമ്മൾ ആലോചിച്ച് നോക്കണം. ആ വർഷത്തിൽ നമ്മൾ ഈ പറയുന്ന പണം എന്ന് പറയുന്നത് ചിലപ്പം വളരെ നിസ്സാരമായിട്ടുള്ള തുകയായിരിക്കും. അപ്പോൾ ശമ്പളമൊക്കെ നമുക്ക് എന്താണ് അതൊരു ആ സമയത്ത് നമുക്ക് വലിയൊരു എമൗണ്ട് ആയിട്ടുണ്ടാവില്ല. നമ്മൾ ആ വർഷം വെച്ച് നോക്കുന്ന സമയത്ത് ആ വർഷത്തിന് ആനുപാതികമായി നോക്കുമ്പോൾ ആ ശമ്പളം എന്ന് പറയുന്ന ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പണം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു എമൗണ്ട് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് നമ്മൾ അതിൽ തന്നെ തുടരുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ആ വളർച്ചയാണ് നമ്മൾ എന്താവുന്നത്, നമുക്ക് നഷ്ടമാവുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വിത്തുകൾ ഇപ്പോഴേ നമ്മൾ നട്ടുകൊണ്ടിരിക്കണം. അടുത്ത പോയിന്റ് എന്നുള്ളത് അക്കൗണ്ടബിലിറ്റിയാണ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം എന്നുള്ളതാണ്. അതായത് നമ്മളുടെ പ്രോഗ്രസ്, നമ്മളുടെ എന്തായാലും നമുക്കൊരു വളർച്ച ഉണ്ട്. ആ വളർച്ച നമ്മൾ എന്ത് ചെയ്യണം, ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് അതിൻ്റെ അകത്തുള്ള അതിൻ്റെ എന്തൊക്കെ രീതിയിൽ നടത്തിയാൽ, അത് എങ്ങനെ നടത്തിയാലാണ് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുക എന്നൊക്കെ ഉള്ളത് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്, ഇനി ഇങ്ങനെ പോയാൽ അടുത്ത മാസം എന്ത് സംഭവിക്കും, അതൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് ആ വളർച്ചയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ട്രാക്ക് യുവർ പ്രോഗ്രസ് എന്നാണ് പറയുന്നത്. നമ്മളുടെ പ്രോഗ്രസ്സിന് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്തത് റിവാർഡ് പ്രോഗ്രസ് നോട്ട് പെർഫെക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ പ്രോഗ്രസ്സിന് നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമ്മൾ റിവാർഡ് ചെയ്യണം. നമുക്ക് എന്ത് നേട്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, റിവാർഡ് ചെയ്യണം. അല്ലാതെ പെർഫെക്ഷൻ അല്ല. പല ആളുകളുടെയും വിചാരം എന്ന് പറയുന്നത് പെർഫെക്ഷൻ ആയി കഴിഞ്ഞാൽ മാത്രമേ പല കാര്യങ്ങളും അവർ ചെയ്യൂ എന്നുള്ളതാണ്. അല്ലാതെ അവരത് ചെയ്യില്ല. ചില ആളുകളുടെ പാട്ടൊക്കെ പാടുന്ന സമയത്തൊക്കെ പലരും മടിയാണ്. കാരണം എന്താണ്, നന്നായിട്ടില്ല, അത് നന്നായിട്ട് നമുക്ക് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. നമ്മൾ പെർഫെക്ഷൻ്റെ പുറകെ പോകരുത്. പെർഫെക്ഷൻ നമ്മൾ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അത് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ റിവാർഡ് പ്രോഗ്രസ്, ആ പ്രോഗ്രസ്സിന് നമ്മൾ എന്ത് ചെയ്യണം, അതിന് റിവാർഡ് കൊടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ നേട്ടങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ തന്നെ അത് കയറുകയും നമുക്ക് അറിയാം നമ്മൾ ഇത്രയും വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഡേ ബൈ ഡേ നമുക്ക് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നമുക്ക് കടന്നു വരികയും നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു കാര്യം മനസ്സിലിങ്ങനെ വരുമ്പോൾ നമുക്ക് അതൊരു ഒരു ഒരു എന്താ ഇന്ധനമായിട്ട് പ്രവർത്തിക്കുകയും നമുക്കറിയാം നമുക്ക് ചെറിയ ചെറിയ നേട്ടങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും കിട്ടും, ഇനിയും കൂടുതൽ കിട്ടും എന്നുള്ള ആ ഒരു ചിന്ത നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രോഗ്രസ്സിനെ നമ്മൾ റിവാർഡ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ പെർഫെക്ഷൻ നോക്കിയിരിക്കരുത് എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്തുണ്ടാവും, നമ്മളുടെ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഉണ്ടാവും. ഇങ്ങനെ സെൽഫ് ഡിസിപ്ലിൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മളുടെ വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.